2025 മെയ് 11 ഇൻഡോറിലെ സഹക്കർ നഗറിൽ ഒരു വിവാഹം നടന്നു. രഘുവംശി കുടുംബത്തിലെ 3 മക്കളിൽ ഏറ്റവും ഇളയവനായ രാജാ രഘുവംശിയുടെയും സോനത്തിന്റെയും വിവാഹമായിരുന്നു അന്ന്. പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചു. മേഘാലയയിലെ ഷില്ലോങ് ആയിരുന്നു ഹണിമൂണിനായി അവർ തെരഞ്ഞെടുത്ത സ്ഥലം. മധുവിധം ആഘോഷിക്കാൻ പോയ ദമ്പതികളിൽ പക്ഷെ മടങ്ങിയെത്തിയത് സോനം മാത്രമായിരുന്നു. മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം. മെയ് 11 വിവാഹിതരായ രാജാ രഘുവംശിയും സോനവും 20 ഹണിമൂണിനായി മേഘാലയയിലേക്ക് പോയത്. 22 ഒരു സ്കൂട്ടർ റെന്റിനെടുത്തു. 25 മടങ്ങി വരുമെന്നും റൂം വേണമെങ്കിൽ അറിയിക്കാമെന്നും പറഞ്ഞാണ് അവർ ചെക്ക്ഔട്ട് ചെയ്തത്. പിന്നീട് ദമ്പതികൾ പോയത് ചിറാപുഞ്ചിയിലെ സോഹ്രയിലേക്കാണ്. വൈകുന്നേരത്തോടെ കാശി ഹിൽസിലുള്ള മൗലാഖിയാത് ഗ്രാമത്തിലെത്തി. അന്ന് അവിടെ ഒരു ഹോം സ്റ്റേയിൽ തങ്ങിയ രാജയും സോനവും പിറ്റേന്ന് ടൂറിസ്റ്റ് ഗൈഡിന്റെ സഹായമില്ലാതെ തന്നെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അന്നാണ് ഇരുവരെയും കാണാതായത്. പിറ്റേന്ന് ഗ്രാമത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു സ്കൂട്ടർ കണ്ടെത്തിയെന്ന് പോലീസിനെ നാട്ടുകാർ അറിയിച്ചു. സ്കൂട്ടർ ഉടമയെ കണ്ടെത്തുകയും ചെയ്തു. സ്കൂട്ടർ ഉടമയാണ് രാജയും സോനവുമാണ് വണ്ടി വാടകയ്ക്കെടുത്തതെന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഇതോടെ ദമ്പതികളെ കാണാനില്ലെന്ന വാർത്ത പരന്നു. തുടർന്ന് ദിവസങ്ങളോളം സ്ഥലത്ത് തിരച്ചിൽ നടത്തി. ഒടുവിൽ ജൂൺ 2 ഉൾവനത്തിൽ നിന്നും രാജയുടെ മൃതദേഹം കണ്ടെടുത്തു. പാതി അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. സോനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കവേ ഇവരെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനോട് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയോടെ പോലീസ് സോനത്തെ കണ്ടെത്തി. എന്നാൽ ഇവരെ പോലീസ് കണ്ടെത്തിയത് മേഘാലയയിൽ നിന്നല്ല, 1200 കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്നായിരുന്നു. പുലർച്ചെ 1 മണിയോടെ വാരാണസി ഗാസിപൂർ മെയിൻ റോഡിലുള്ള ധാബയിലെത്തിയ സോനം കടയുടമയായ സാഹിൽ യാദവിനോട് മൊബൈൽ ആവശ്യപ്പെട്ടു. അവർ വീട്ടുകാരെ വിളിച്ച് കരയുകയായിരുന്നെന്നും തകർന്ന അവസ്ഥയിലായിരുന്നെന്നും സാഹിൽ പറയുന്നു. സോനത്തിന്റെ സഹോദരൻ പറഞ്ഞതനുസരിച്ചാണ് സാഹിൽ പോലീസിനെ വിവരമറിയിച്ചത്. പുലർച്ചെ 3 മണിയോടെ പോലീസ് എത്തി ഇവരെ കൊണ്ടുപോവുകയായിരുന്നു. ആഭരണങ്ങൾ കൈക്കലാക്കാനെത്തിയ അക്രമി സംഘത്തോട് പൊരുതുന്നതിനിടെയാണ് രാജ കൊല്ലപ്പെട്ടതെന്നും മറ്റൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നുമാണ് സോനം പോലീസിനോട് പറഞ്ഞത്. മയക്കുമരുന്ന് നൽകി ആരോ തന്നെ ഗാസിപൂരിൽ എത്തിച്ചതാണെന്നും അവർ പറഞ്ഞു. എന്നാൽ സോനത്തിനെതിരെ രാജയുടെ അമ്മ ഉമാ രഘുവംശി രംഗത്തെത്തി. ഹണിമൂണിന് കശ്മീരിൽ പോകാനാണ് ആദ്യം തീരുമാനിച്ചതെന്നും എന്നാൽ അത് വേണ്ട, ഷില്ലോങ് മതിയെന്ന തീരുമാനം സോനത്തിൻ്റെതായിരുന്നു എന്നും ഉമ പറയുന്നു. യാത്രയ്ക്കും താമസത്തിനുമുള്ള എല്ലാ ബുക്കിംഗും നടത്തിയത് സോനം തന്നെയാണ്. ഹണിമൂണിന് പോകുന്നതിനായി സ്വന്തം വീട്ടിൽ നിന്നാണ് സോനം എത്തിയതെന്നും മകനോട് ആഭരണങ്ങൾ ധരിക്കാൻ പറഞ്ഞത് മരുമകളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 10 ലക്ഷം വിലമതിക്കുന്ന ഡയമണ്ട് മോതിരവും മാലയും ബ്രേസ്ലെറ്റുമാണ് മകൻ ധരിച്ചതെന്നും അവർ പറയുന്നു. രാജയുടെ കൊലപാതകത്തിന് പിന്നിൽ സോനമാണെന്നാണ് മേഘാലയ പോലീസിന്റെയും ഇൻഡോർ പോലീസിന്റെയും നിഗമനം. കൊലപാതകം ആസൂത്രണം ചെയ്തത് സോനമാണെന്നും സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് കൊലയിൽ കലാശിച്ചതെന്നുമാണ് ഇൻഡോർ അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജേഷ് പണ്ഡോതിയ പറയുന്നത്. പോലീസ് പറയുന്നത് പ്രകാരം രാജ് കുഷ്വഹ എന്ന യുവാവുമായി സോനം പ്രണയത്തിലായിരുന്നു. ഇവർ ഒന്നിച്ച് ജീവിക്കാനാണ് ഹണിമൂണിനിടെ രാജയെ കൊല്ലാൻ തീരുമാനിക്കുകയും അതിനായി ആളുകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്, വിശാൽ, ആനന്ദ്, ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാ പ്രതികളും 19 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. എന്നാൽ മകൾ നിരപരാധിയാണെന്നും അവൾക്ക് ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാനാകില്ലെന്നുമാണ് സോനത്തിന്റെ കുടുംബം പറയുന്നത്. കേസിൽ ന്യായമായ അന്വേഷണം നടക്കണമെന്നും അതിന് CBI അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. മേഘാലയ പോലീസ് കള്ളം പറയുകയാണ്. ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയായിരുന്നു വിവാഹം. മകൾ എന്തിനാണ് സ്വന്തം ഭർത്താവിനെ കൊല്ലേണ്ടത് എന്നും അവർ ചോദിക്കുന്നു. അതിനിടെ സോനം രഘുവംശി വിവാഹം കഴിഞ്ഞ് 3-ാം നാൾ മുതൽ ആൺ സുഹൃത്തുമായി ചേർന്ന് ഭർത്താവ് രാജാ രഘുവംശിയെ കൊല്ലാൻ പദ്ധതിയിട്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവ് തന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ലെന്നും വിവാഹത്തിന് മുൻപേ തന്നെ രാജയിൽ നിന്നും അകലം പാലിച്ചിരുന്നുവെന്നും ചാറ്റിൽ സോനം പറയുന്നുണ്ട്. സോനം ഫോണിലൂടെ കൊലയാളി സംഘത്തിന് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിരുന്നതായും പോലീസ് പറയുന്നു. ഇതിലൂടെയാണ് സംഘം ദമ്പതികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തത്. വിവാഹപൂർവ്വ പ്രണയമാണോ രാജയുടെ ജീവനെടുത്തത്? അതോ ഈ കൊലപാതകത്തിന് പിന്നിൽ നിഗൂഢതകളുടെ ചിരുളുകൾ ഇനിയും അഴിയാനുണ്ടോ? കണ്ടറിയാം.